എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കമ്മ്യൂണിറ്റി കോട്ട, മാനേജ്മെൻറ്റ് കോട്ട സീറ്റുകളിലേക്കുള്ള അഡ്മിഷൻ നടപടികൾ ജൂൺ 27 അവസാനിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് കോട്ട അല്ലെങ്കിൽ കമ്മ്യൂണിറ്റി കോട്ട അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള മാനേജ്മെൻറ്റ് സ്കൂളുമായി കോൺടാക്റ്റ് ചെയ്ത് അവിടെ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ വിദ്യാർത്ഥികൾക്ക് അഡ്മിഷൻ നേടാവുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യം, മാനേജ്മെൻറ്റ് സീറ്റ് ആയിക്കോട്ടെ, കമ്മ്യൂണിറ്റി കോട്ട സീറ്റ് ആയിക്കോട്ടെ, അതിൽ നിങ്ങൾ അഡ്മിഷൻ നേടുകയാണെങ്കിൽ അവിടെ നിങ്ങൾക്ക് നോ ട്രാൻസ്ഫർ അലോട്ട്മെൻ്റ് ആണ്, അതായത് നോ ട്രാൻസ്ഫർ ആണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ആ ഒരു രീതിയിൽ ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലും അതുപോലെ തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിലും ഈ ഒരു നോ ട്രാൻസ്ഫർ ആണ്. അതായത് നിങ്ങൾക്ക് സ്കൂൾ മാറാൻ പറ്റില്ല, അതുപോലെ HSCAP ഉള്ള ട്രാൻസ്ഫറിന് അപേക്ഷിക്കാനായിട്ട് പറ്റത്തില്ല. എന്നാൽ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലോ ആണ് നിങ്ങൾ അഡ്മിഷൻ നേടിയിട്ടുള്ളത് എങ്കിൽ കൂടി ആ ഒരു കോട്ടയിൽ സീറ്റ് വേക്കൻസി ഉണ്ട് എങ്കിൽ, അതായത് ഇപ്പോൾ ഞാനൊരു ഉദാഹരണത്തിന് ഞാനിപ്പോൾ കമ്മ്യൂണിറ്റി കോട്ടയിൽ ഞാനിപ്പോൾ ഈ ഒരു കൊമേഴ്സിനാണ് ചേർന്നതെന്ന് വിചാരിക്കുക. അപ്പോൾ അതിനുശേഷം എനിക്ക് ബയോളജി സയൻസിലേക്ക് മാറണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇന്നോ അല്ലെങ്കിൽ നാളെയോ ആയിട്ട് നിങ്ങൾ സ്കൂളിൽ പോയിട്ട് നിങ്ങൾ സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് പറഞ്ഞാൽ മതി, കമ്മ്യൂണിറ്റി കോട്ടയിൽ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ എനിക്ക് ആ ഒരു ബയോളജി സയൻസിലേക്ക് മാറാനായിട്ട്, അവിടെ സീറ്റ് വേക്കൻസി ഉണ്ടെങ്കിൽ എനിക്ക് മാറാനായിട്ട് താല്പര്യമുണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്കൊരു ആപ്ലിക്കേഷൻ ഫോം നൽകും, അത് വാങ്ങി ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നിങ്ങൾക്ക് ആ ഒരു സീറ്റിലേക്ക്, ആ ഒരു വേക്കൻസിയുള്ള സീറ്റിലേക്ക് നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് ട്രാൻസ്ഫർ ചെയ്ത് തരുന്നതായിരിക്കും. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ഇപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിലാണ് നിങ്ങൾ നിലവിൽ ഇപ്പോൾ അഡ്മിഷൻ നേടിയിട്ടുള്ളതെങ്കിൽ നിങ്ങൾക്കിപ്പോൾ മാനേജ്മെൻറ്റ് സീറ്റിൽ ഇപ്പോൾ കിട്ടിയത് ഹ്യൂമാനിറ്റീസ് ആണ് അല്ലെങ്കിൽ കൊമേഴ്സ് ആണെന്ന് വിചാരിക്കുക. നിങ്ങൾക്കിപ്പോൾ കമ്പ്യൂട്ടർ സയൻസിലേക്കോ അല്ലെങ്കിൽ ബയോളജി സയൻസിലേക്കോ മാറണം എന്നുണ്ടെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിൽ ഈ ഒരു സയൻസിലേക്കോ ഈ ഒരു കമ്പ്യൂട്ടർ സയൻസിലേക്കോ വേക്കൻസി ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് നിങ്ങളുടെ ആ ഒരു അഡ്മിഷൻ അങ്ങോട്ടേക്ക് മാറ്റിയിട്ട് തരുന്നതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ മാറാനായിട്ട് ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് ഇന്നോ നാളെയോ ആയിട്ട് നിങ്ങൾ ആ ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ കോഴ്സ് മാറുന്നതിനായിട്ടുള്ള ഒരു സൗകര്യം ലഭ്യമാവുന്നതായിരിക്കും. അതുപോലെ തന്നെ നിലവിൽ വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് കോട്ട, കമ്മ്യൂണിറ്റി കോട്ടയിൽ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ജൂൺ 27 മുമ്പായിട്ട് തന്നെ, അത് ഇന്നോ നാളെയോ ആയിട്ട് തന്നെ സ്കൂളിൽ കോൺടാക്റ്റ് ചെയ്യുക. അത് സ്കൂളിൽ പോയിട്ട് അവിടെ വേക്കൻസി ഉണ്ടോ എന്നുള്ള കാര്യം കൃത്യമായിട്ട് അന്വേഷിച്ച് നിങ്ങൾക്ക് ആ ഒരു സീറ്റ് ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് ജോയിൻ ചെയ്യാവുന്നതാണ്. അതായത് നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം അതിനനുസരിച്ച് ഒരു കോഴ്സ് കിട്ടുകയാണെങ്കിൽ നിങ്ങൾ പഠിക്കാവുന്നതാണ്. ഇപ്പോൾ എനിക്കിപ്പോൾ പഠിക്കാൻ താല്പര്യം ബയോളജി സയൻസ് ആണ് എങ്കിൽ എനിക്ക് ആ ഒരു സ്കൂളിൽ പോയ സമയത്ത് അവിടെ കൊമേഴ്സിനോ ഹ്യൂമാനിറ്റീസോ ആണ് സീറ്റ് ഉള്ളതെങ്കിൽ ഞാൻ അവിടെ ജോയിൻ ചെയ്യാതിരിക്കുന്നതായിരിക്കും നല്ലത്. കാരണം എനിക്ക് അവിടെ നിന്നും മറ്റൊരു കോഴ്സിലേക്ക് മാറാനായിട്ടുള്ള ഒരു സൗകര്യം ചിലപ്പോൾ ലഭ്യമാവണം എന്നില്ല. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത്, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം ആ ഒരു കോഴ്സിന് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ അതല്ല മാനേജ്മെൻറ്റ് കോട്ടയിലോ സീറ്റ് ലഭിക്കുകയാണ് എങ്കിൽ നിങ്ങൾക്ക് അങ്ങനെ മാറാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ നിലവിൽ ഫസ്റ്റ്, സെക്കൻഡ്, തേർഡ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥികൾക്ക് മാനേജ്മെൻറ്റ് കോട്ടയിലേക്കോ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കോ മാറാൻ ആഗ്രഹമുണ്ടെങ്കിൽ ആ മാറുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട സ്കൂളോ കോഴ്സോ ആയിരിക്കണം ആ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ അല്ലെങ്കിൽ മാനേജ്മെൻറ്റ് കോട്ടയിലോ നിങ്ങൾ അഡ്മിഷൻ നേടാൻ പോകുന്നത്. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് ഓർക്കുക. കാരണം ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് ഉണ്ടായിരിക്കുന്നതല്ല എന്നാൽ നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾ ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. അതായത് ഇഷ്ടപ്പെട്ട സ്കൂളാണോ അല്ലെങ്കിൽ ഇഷ്ടപ്പെട്ട കോഴ്സാണോ, നിങ്ങൾക്ക് ഏത് കോഴ്സാണോ പഠിക്കാൻ താല്പര്യം ആ ഒരു കോഴ്സിലേക്കാണോ നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടുന്നത് എന്നുള്ളതനുസരിച്ച് മാത്രം നിങ്ങൾ അഡ്മിഷൻ നേടുക. നിങ്ങൾക്കിപ്പോൾ താല്പര്യമില്ലാത്ത കോഴ്സാണ്, അതായത് ഇപ്പോൾ എനിക്കിപ്പോൾ കൊമേഴ്സ് പഠിക്കാൻ താല്പര്യമില്ല, എനിക്ക് ബയോളജി സയൻസോ കമ്പ്യൂട്ടർ സയൻസോ ആണ് പഠിക്കാൻ താല്പര്യമുള്ളതെങ്കിൽ ഞാനൊരു കമ്പ്യൂട്ടർ സയൻസോ അല്ലെങ്കിൽ ബയോളജി സയൻസിലേക്കോ അഡ്മിഷൻ ലഭിക്കുകയാണെങ്കിൽ മാത്രം ജോയിൻ ചെയ്യുന്നതായിരിക്കും നല്ലത്. അപ്പോൾ ഈ ഒരു രീതിയിൽ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ ജോയിൻ ചെയ്യാൻ ശ്രദ്ധിക്കുക. കാരണം ഇഷ്ടമില്ലാത്ത കോഴ്സ് എടുത്തു കഴിഞ്ഞാൽ പിന്നീട് നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ ഈ ഒരു ട്രാൻസ്ഫർ ഉണ്ടായിരിക്കുന്നതല്ല എന്നുള്ളത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. ഇനി വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട കാര്യം, ഇതിന് എങ്ങനെയാണ് അപേക്ഷിക്കുക എന്നുള്ളത് പല വിദ്യാർത്ഥികളും ചോദിക്കുന്നതാണ്. അപ്പോൾ നിങ്ങളുടെ വീടിനടുത്തുള്ള ഗവൺമെൻറ് സ്കൂൾ അല്ലാതെ ഏത് മാനേജ്മെൻറ്റ് സ്കൂളായിരുന്നാലും, ഗവൺമെൻറ് സ്കൂൾ എന്ന് പറഞ്ഞാൽ സ്കൂളിൻ്റെ പേരിൻ്റെ മുമ്പിൽ ഗവൺമെൻറ് എന്നുണ്ടാവും. അപ്പോൾ അത് ഇല്ലാതെ ഏത് സ്കൂളിൽ നിങ്ങൾ പോയി കഴിഞ്ഞാലും അവിടെ മാനേജ്മെൻറ്റ് സീറ്റ് ഉണ്ടാവും, കമ്മ്യൂണിറ്റി സീറ്റ് ഉണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് അവിടെ പോയിട്ട് നിങ്ങൾക്ക് കമ്മ്യൂണിറ്റി സീറ്റിലേക്കും അതുപോലെ മാനേജ്മെൻറ്റ് സീറ്റിലേക്കും നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അത് ചിലപ്പോൾ അപേക്ഷയൊന്നും സമർപ്പിക്കാതെ തന്നെ നിങ്ങൾക്ക് ഉടനെ തന്നെ നിങ്ങൾക്ക് അവിടെ ആ ഒരു സീറ്റിലേക്ക് അഡ്മിഷൻ തരുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സോ അല്ലെങ്കിൽ സ്കൂളോ താല്പര്യമുള്ള കോഴ്സ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിർബന്ധമായിട്ടും ജോയിൻ ചെയ്യാവുന്നതാണ്. സ്കൂളിപ്പോൾ ഏതായാലും പ്രത്യേകിച്ച് പ്രോബ്ലം ഒന്നുമില്ല, എന്നാൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സായിരിക്കണം കിട്ടിയിട്ടുണ്ടായിരിക്കുന്നത്. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ ജോയിൻ ചെയ്യാവുന്നതാണ്. മാനേജ്മെൻറ്റ് കോട്ടയിൽ ചെറിയൊരു ഫീസ് ചില സ്കൂൾ വാങ്ങിക്കാറുണ്ട്, എന്നാൽ ചില സ്കൂൾ സൗജന്യമായിട്ടും കൊടുക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ മാനേജ്മെൻറ്റ് കോട്ടയിൽ എത്ര രൂപ ഫീസ് വരും എന്നുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചോദിച്ച് മനസ്സിലാക്കുക.
അതുപോലെ തന്നെ വിദ്യാർത്ഥികൾക്ക് ജൂൺ 27-ാം തീയതി വരെയാണ് ഈ ഒരു കമ്മ്യൂണിറ്റി കോട്ട മാനേജ്മെൻറ്റ് കോട്ടയിൽ അഡ്മിഷൻ നേടാൻ സാധിക്കുക. അതുപോലെ തന്നെ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ ഒരു ജൂൺ 27-ാം തീയതിക്ക് ശേഷം ബാക്കി സീറ്റുകൾ ഉണ്ടെങ്കിൽ അതിൽ നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടത്തില്ല. കാരണം അതിനുശേഷം പിന്നീട് അത് പൊതു മെറിറ്റായിട്ട് കൺവേർട്ട് ചെയ്യുന്നതായിരിക്കും. അപ്പോൾ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ഈ ഒരു മാനേജ്മെൻറ്റ് കോട്ടയിലോ കമ്മ്യൂണിറ്റി കോട്ടയിലോ അഡ്മിഷൻ നേടാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വിദ്യാർത്ഥികൾ ഇന്നോ നാളെയോ ആയിട്ട് സ്കൂളുമായിട്ട് കോൺടാക്റ്റ് ചെയ്യേണ്ടതാണ്. അതുപോലെ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട കോഴ്സ് കിട്ടുകയാണെങ്കിൽ മാത്രം നിങ്ങൾ അഡ്മിഷൻ നേടുക. ഇഷ്ടമില്ലാത്ത കോഴ്സാണെങ്കിൽ പ്രത്യേകിച്ച് അഡ്മിഷൻ എടുക്കാതിരിക്കുന്നതായിരിക്കും നല്ലത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഏത് കോഴ്സാണോ താല്പര്യം ആ ഒരു കോഴ്സ് കിട്ടുകയാണെങ്കിൽ ജോയിൻ ചെയ്യുക. കാരണം ഇതിന് മാനേജ്മെൻറ്റ് കോട്ടയോ കമ്മ്യൂണിറ്റി കോട്ടയിലേക്കോ ഈ ഒരു HSCAP വഴിയുള്ള ട്രാൻസ്ഫർ ഇല്ല. നിങ്ങൾക്ക് കോഴ്സ് വഴി ട്രാൻസ്ഫറിനായിട്ട് ഈ ഒരു ജൂൺ 27-ാം തീയതി വരെ നിങ്ങൾക്ക് ആ ഒരു സ്കൂളിലെ പ്രിൻസിപ്പാളിനോട് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നിലവിൽ അഡ്മിഷൻ നേടിയ, അത് കമ്മ്യൂണിറ്റി കോട്ടയിലോ മാനേജ്മെൻറ്റ് കോട്ടയിലോ അഡ്മിഷൻ നേടിയ വിദ്യാർത്ഥികൾക്ക് ആ ഒരു കോഴ്സ് മാറുന്നതിനായിട്ടുള്ള ഒരു സൗകര്യം, ആ കോമ്പിനേഷൻ ട്രാൻസ്ഫറിനായിട്ടുള്ള സൗകര്യം ലഭിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.